എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിയാണ് സ്റ്റിംഗ്ലെസ് ബി അഥവാ ചെറുതേനീച്ച എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാൽ ചെറുതേനീച്ചയ്ക്ക് അങ്ങനെ സിമൻറ്റ്, പ്ലാസ്റ്റിക്, മെറ്റൽ അങ്ങനെ കുറച്ച് ഡിമാൻഡുകളൊന്നുമില്ല എവിടെ കൂട് കൂട്ടണം എന്നുള്ളത്. ഇവർക്ക് പറ്റിയൊരു എൻവയോൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെവിടെയാണെങ്കിലും കൊണ്ടുപോയി കൂടുണ്ടാക്കും. ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടെ നടക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് കൂട്ടിയിട്ട വിറകിൻ്റെ ഉള്ളിൽ കണ്ടതാണ് ഈ ചെറുതേനീച്ചയുടെ കൂട്. ഉണങ്ങിയൊരു കവുങ്ങിൻ്റെ ഉള്ളിൽ നാരുകൾക്കിടയിൽ ഒരു കൂടുണ്ടാക്കിയിരിക്കുകയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ സ്ഥലം ഉണ്ടാവും, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ ഞാനിവിടെ അധികം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അടുത്ത് തന്നെ ഒരു VIP കൂട്ടിലേക്ക് മാറ്റുന്നതാണ്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇരുമ്പ് പൈപ്പിലെ കൂട്. ബാക്കിൽ ഷീറ്റ് ഇറക്കിയ പൈപ്പിൻ്റെ ഉള്ളിലാണ് ഇവരുടെ അടുത്ത കൂട് ഞാൻ കണ്ടത്. ഇത് ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയുള്ള കെണിക്കൂട് വെച്ച് കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ കെണിക്കൂട് വെക്കുന്നതിന് മുമ്പത്തെ വീഡിയോ ആണത്. ഈ ഇരുമ്പ് പൈപ്പിൻ്റെ എൻഡിൽ ഒരു ലേശം പൂമ്പൊടിയും തേനുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതോടെ കൂട് കഴിഞ്ഞു എന്നത്, ചെറിയൊരു കോളനിയാണെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നത്. അതിൻ്റെ എൻഡിൽ ഏകദേശം ഒരു 1/2 മീറ്റർ ദൂരെയായിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള കൂട് കിടക്കുന്നത്. ഈ കാണുന്നത് ഇവിടെയാണ് ആക്ച്വൽ പൂമ്പൊടി, തേന്, മുട്ട ഇവരെല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നേക്ക് കണിക്കൂട് വെച്ചിട്ട് ഏകദേശം 3 ദിവസമായി. തേനീച്ചകൾ പ്രോപ്പറായിട്ട് ഞാൻ ഉദ്ദേശിച്ച ചാനലിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് വേറെ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഒരു എൻ്റയർ ന്യൂ കോളനി നമുക്കിത് നിന്ന് കിട്ടും. സ്റ്റിംഗ്ലെസ് ബീയുടെ കൂടുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്കതിന് പല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുകളും കെണിക്കൂടുകളും പുതിയ തേനീച്ച കോളനിയെ മാറ്റുന്ന വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട്. പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.